2024 നവംബർ മാസം 23 ഈ ഒരു ദിവസം റഷ്യക്കാർ മറന്നിട്ടുണ്ടാകില്ല. റഷ്യക്കാർ എന്ന് പറയുന്നതിന് പകരം റഷ്യൻ സൈന്യം, റഷ്യയ്ക്ക് വേണ്ടി ഉക്രൈനിൽ യുദ്ധം ചെയ്യുന്ന സൈനികർ ആരും മറന്നിട്ടുണ്ടാവുകയില്ല. കാരണം കേഴ്സ് പ്രവിശ്യയിൽ വെച്ച് ആദ്യമായി റഷ്യൻ മണ്ണിൽ വെച്ച് തന്നെ ഒരു S-400 റഡാർ സ്റ്റേഷനും അതിന്റെ ഒരു ലോഞ്ച് യൂണിറ്റും ഉക്രൈൻ നശിപ്പിച്ചു. ഈ ഒരു സംഭവം എന്നത് വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചു. ഈ സമയത്ത് എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഇത് നശിപ്പിച്ചത് അമേരിക്കയുടെ വെപ്പണായ ATACMS എന്ന് ഉക്രൈൻ ഒരു അറിയിപ്പ് നൽകി. എന്നാൽ ഇതിനെക്കുറിച്ച് ആ സമയത്ത് വലിയ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല. ഇപ്പോൾ ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയെല്ലാം റഷ്യയെ ഇവർ ഫോളോ ചെയ്ത് ഈ ആക്രമണം നടത്തി, ഏകദേശം 72 മണിക്കൂറോളം ഒരു യൂണിറ്റിനെ ഇവർ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സ്ട്രൈക്ക് ചെയ്തത് എന്നതിന്റെ ഒരു പൂർണ്ണമായ വിവരം ഒരു ഉക്രൈൻ സൈനികൻ തന്നെ പുറത്തേക്ക് പറഞ്ഞു. ആ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിരുന്ന ഒരു ഉക്രൈൻ സൈനികൻ തന്നെ അത് പുറത്ത് പറയുകയും ഇപ്പോൾ അത് വലിയ ഞെട്ടിലുണ്ടാക്കിയിട്ടുമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. എങ്ങനെയാണ് ഉക്രൈൻ S-400 നശിപ്പിച്ചത്, ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യയുടെ കേഴ്സ് പ്രവിശ്യയിലുള്ള ബോർചോബ്സുറോബ, കൃത്യം പറഞ്ഞാൽ രാത്രി 9:45 ആദ്യത്തെ സ്ഫോടനം ആ ഒരു പ്രദേശത്ത് സംഭവിക്കുന്നു. കേഴ്സ്ക് മുഴുവനും അനുഭവപ്പെട്ട ഈ ഒരു സ്ഫോടനം എന്നത് ഉക്രൈൻ കേഴ്സ്കിൽ പൂർണ്ണമായും അനുഭവപ്പെട്ട ഈ ഒരു സ്ഫോടനത്തിൽ തുടക്കത്തിൽ എല്ലാവരും ചിന്തിച്ചത് ഉക്രൈൻ ഏതെങ്കിലും ആയുധ സംഭരണശാലയെ ആക്രമിച്ചിട്ടുണ്ടാകാം, റഷ്യ ഈ കേഴ്സ്ക് ഒഫൻസീവിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന വെപ്പൺ സിസ്റ്റത്തെ ഉക്രൈൻ നശിപ്പിച്ചിട്ടുണ്ടാകാം എന്നൊക്കെയായിരുന്നു എല്ലാവരും ചിന്തിച്ചത്. എന്നാൽ അടുത്ത 3 മിനിറ്റിൽ രണ്ടാമത്തെ ഒരു സ്ഫോടനം അവിടെ സംഭവിച്ചിരുന്നു. വീണ്ടും അടുത്ത 3 മിനിറ്റിൽ ഇതുപോലൊരു സ്ഫോടനം വീണ്ടും സംഭവിക്കുകയാണ്. അപ്പോൾ ഒരു ആയുധ സംഭരണശാലയെ ആക്രമിക്കുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ബ്ലാസ്റ്റ് തീർച്ചയായും സംഭവിക്കില്ല. ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചാലും അവിടെ ഒരു വലിയ ഷോക്ക് വേവ്സ് അവിടെ ഉണ്ടാക്കും. അപ്പോൾ ഇതങ്ങനെയല്ല, മറ്റേതോ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റത്തെ ഉക്രൈൻ ആക്രമിച്ചു എന്നുള്ളത് അപ്പോൾ അവിടെയുള്ള ലോക്കൽ റെസിഡൻസിന് മനസ്സിലായി. അടുത്ത് വെറും അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉക്രൈന്റെ ട്വിറ്റർ ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, ടെലഗ്രാംസ്, ഈ വാർഫെയർ ഒക്കെ അനലൈസ് ചെയ്യുന്ന പേജസുകൾ എല്ലാം തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. റഷ്യയുടെ എലൈറ്റ് S-400 യൂണിറ്റിനെ ഞങ്ങൾ നശിപ്പിച്ചു എന്ന് മാത്രമല്ല പറഞ്ഞത്, 3 കമാൻഡർ ഓഫീസേഴ്സിനെ, S-400 ഓപ്പറേറ്റ് ചെയ്ത 3 കമാൻഡർ ഓഫീസേഴ്സിനെയും ഞങ്ങൾ കൊന്നു. റഷ്യക്ക് ഇതൊരു വലിയ നഷ്ടമാണ്. നഷ്ടം എന്ന് പറയുന്നതിനേക്കാളും അമേരിക്കൻ വെപ്പൺ സിസ്റ്റം ഉപയോഗിച്ച് ഞങ്ങൾ ഇതിനെ നശിപ്പിച്ചു എന്നത് അമേരിക്കയ്ക്ക് ഞങ്ങൾ നൽകുന്ന ഒരു വലിയ സമ്മാനമാണ്. ഞങ്ങൾക്ക് നിങ്ങളൊരു വെപ്പൺ സിസ്റ്റം നൽകിയാൽ അത് വച്ച് നിങ്ങളുടെ ഓൾ ടൈം എനിമീസിനെ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ ഇതിലൂടെ കാണിച്ചു തന്നു എന്നുള്ളത് ഒരു വലിയ ന്യൂസായി തന്നെ പുറത്തുവിട്ടു. അമേരിക്കയുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരുപാട് പൊളിറ്റീഷ്യൻസ് പോലും ഇത് സംബന്ധിക്കുന്ന പല ചിത്രങ്ങൾ പുറത്തുവിടാൻ തുടങ്ങി. റഷ്യയുടെ S-400-നെതിരായ വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ റഷ്യ ആദ്യം സമ്മതിച്ചേയില്ല. എന്നാൽ പുറത്തു വന്ന ചിത്രങ്ങളിലൂടെ എല്ലാം ഒരു കാര്യം ഉറപ്പാണ്, വലിയൊരു നഷ്ടം തന്നെ S-400-ന് സംഭവിച്ചിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞ് നവംബർ മാസം 26-ാം തീയതി റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഒഫീഷ്യലായി സമ്മതിച്ചു, ചില മിലിറ്ററി എക്യുപ്മെന്റ്സ് കേഴ്സ്കിൽ നഷ്ടമായിട്ടുണ്ട്. 3 കമാൻഡർ ഓഫീസേഴ്സിനെയും ഞങ്ങൾ നഷ്ടപ്പെടുത്തി. എത്രയും പെട്ടെന്ന് ഇതിനൊരു മറുപടി ഞങ്ങൾ നൽകും, റിവെഞ്ച് റഷ്യൻ സൈനികർ നൽകും എന്നും പറഞ്ഞു. അപ്പോൾ നേരിട്ട് സമ്മതിച്ചില്ലെങ്കിൽ പോലും ആ ഒരു സ്ഥലത്ത് S-400-ന്റെ നഷ്ടം ഒരു വലിയ നഷ്ടമായി തന്നെ റഷ്യക്ക് മാറി. അപ്പോൾ ഈ ഓപ്പറേഷൻ എങ്ങനെ ചെയ്തു, ATACMS വച്ച് ഇതിനെങ്ങനെ ഫയർ ചെയ്തു എന്നുള്ളതൊന്നും ആ സമയത്ത് യാതൊരു വിവരവും ക്ലൂവും ലഭിച്ചില്ല. റഷ്യയിലുള്ള ഒരുപാട് പേർ, പ്രോ റഷ്യൻസ് എല്ലാം ചോദിച്ചത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്, ഈ S-400 എന്നത് റിപ്പയർ സ്റ്റേഷനിലായിരുന്നു, അത് സർവീസിലായിരുന്നപ്പോൾ അതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുകയും അത് റിപ്പയർ ചെയ്യാനായി നിർത്തിവെച്ചിരുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഇത്തരം ഒരു ആക്രമണം ഉക്രൈനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചത്? അപ്പോൾ നമ്മുടെ പോയിന്റ് ഡിഫൻസ് സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യുകയായിരുന്നു, അവിടെയുള്ള ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുകയായിരുന്നു? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളായിരുന്നു ഉയർന്നു വന്നത്. എന്നാൽ അതിന് റഷ്യയുടെ പക്കൽ ഒരു മറുപടി ഇല്ലായിരുന്നു. എന്നാൽ ഈ ഉക്രൈന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വാർത്തയിലൂടെ തന്നെ ഇവയ്ക്കെല്ലാം നമുക്കൊരു മറുപടി ലഭിച്ചിട്ടുണ്ട്. ആദ്യം ഈ ഒരു ഓഫീസർ, ഇദ്ദേഹത്തിന്റെ കോഡ് നെയിം ഷാഡോ എന്നാണ്. ഈ ഒരു മിഷനിൽ ഇദ്ദേഹത്തിന്റെ ദൗത്യം എന്നത് ഡ്രോൺ ഓപ്പറേറ്റർ ആയിരുന്നു. ആക്രമിച്ചത് ATACMS ഉപയോഗിച്ചാണ്. ഡ്രോൺ ഓപ്പറേറ്റർ ഈ ഒരു വിവരം പറഞ്ഞല്ലോ, ഈ രണ്ടും യാതൊരു ബന്ധവുമില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ബന്ധമുണ്ട്. കാരണം ഇവിടെ നേരിട്ട് ഈ ഒരു അറ്റാക്ക് ATACMS മാത്രം ഉപയോഗിച്ചല്ല ചെയ്തത്. ഇവരുടെ സർവൈലൻസ് ഡ്രോൺസും 72 മണിക്കൂറിലധികം S-400-ന്റെ ചലനമെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഈ കേഴ്സ്ക് എന്ന ഈ പ്രത്യേക പ്രദേശത്ത് എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കാൻ തുടങ്ങി. ഇതിൽ ഉക്രൈൻ ഉപയോഗിച്ച ഒരു വലിയ തന്ത്രം
കൃത്യം നവംബർ മാസം 21 പുലർച്ചെ ഒരു 1:30 രണ്ട് ATACMS മിസൈലുകളെ ആദ്യമായി ഉക്രൈന്റെ ഈ കേർസ്കിൽ ഈ പ്രത്യേക പ്രവശ്യയെ നോക്കി അവർ വിക്ഷേപിച്ചു. അങ്ങനെ അയച്ചപ്പോൾ ഈ രണ്ട് മിസൈലിനെയും റഷ്യയുടെ ഏരിയൽ ഡിഫൻസ് സിസ്റ്റം ഇന്റർസെപ്റ്റ് ചെയ്തു. എന്നാൽ ഉക്രൈൻ ഇതിനകം തന്നെ അവരുടെ സർവൈലൻസ് ഡ്രോൺസിനെ ആകാശത്ത് പറത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്റർസെപ്ഷൻ സംഭവിച്ചപ്പോൾ ഈ ഡ്രോണുകൾ വഴി തന്നെ അത് സ്ഥിരീകരിക്കുകയും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി അവിടെ മോണിറ്റർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ പ്രാക്ടിക്കലി നോക്കിയാൽ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന ഒരു തന്ത്രം തന്നെയാണ്. എന്നാൽ ഇത് വളരെ കൃത്യമായി തന്നെ ഉക്രൈൻ 2 ദിവസം മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതോ ഒരു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്നാൽ ഈ ഡ്രോണിനും ഈ ഇന്റർസെപ്റ്റർ മിസൈൽ ലോഞ്ച് ആയ ആ ഒരു സ്ഥലത്തിനും ഇടയിൽ ഒരുപാട് ദൂരമുണ്ട്, ഒരുപാട് കിലോമീറ്റർ ദൂരമുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദേശത്തിനുള്ളിൽ അത് എവിടെയോ ഉണ്ടെന്നുള്ളത് അറിയാം, എന്നാൽ കൃത്യം അത് എവിടെ ഉണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് അടുത്ത 2 ദിവസത്തിൽ അതിനെ തിരയാനുള്ള പണികളെല്ലാം തുടങ്ങി. അങ്ങനെ ഇതിനു വേണ്ടി ഒരു ഡ്രോൺ യൂണിറ്റിന് തന്നെ അസൈൻ ചെയ്യുന്നു. കാരണം ഒരു ഡ്രോണിനെ മാത്രം നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു ഡ്രോണിന്റെ മാക്സിമം ഫ്ലൈറ്റ് അവേഴ്സ് എന്നത് അതും ഈ ഒരു പ്രത്യേക മോഡലിൻ്റെത് 9 മണിക്കൂറാണ്. അപ്പോൾ തുടർന്ന് അതിനെ കൊണ്ട് നിരീക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട്, പറക്കാൻ കഴിയാത്തത് കൊണ്ട് റിപ്പീറ്റഡ് മിഷൻസ് നടത്തി. ഈ സർവൈലൻസ് ഡ്രോൺസിന്റെ ജോലി അവിടെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഇവർക്ക് ലഭിച്ച ഇൻപുട്ട് എന്നത് നവംബർ മാസം 23 വൈകുന്നേരം 4 മണിക്കൊക്കെ S-400നെ കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ അതിന്റെ ലൈവ് ഫുട്ടേജ് അടക്കം ഈ ക്രൂ മെമ്പേഴ്സിന് ലഭിച്ചു. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് 4 മണിക്ക് തന്നെ അവർ ഫയർ ചെയ്തില്ല? ഇൻപുട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് ഫയർ ചെയ്യാമായിരുന്നില്ലേ? അങ്ങനൊരു സംശയം നിങ്ങൾക്ക് വരാം. എന്നാൽ അപ്പോൾ റഷ്യയ്ക്കുണ്ടായിരുന്ന ഒരു പോരായ്മ, ആ സമയത്ത് റഷ്യയുടെ S-400 റിപ്പയറിംഗ് സ്റ്റേഷനിലായിരുന്നു. കാരണം 2 ദിവസമായി ഇതിന്റെ ലൊക്കേഷനൊക്കെ തിരഞ്ഞുകൊണ്ടിരുന്ന ഡ്രോൺ അവസാനം അതിനെ കണ്ടെത്തിയത് ഈ ക്രൂ മെമ്പർ അതിനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പയർ സ്റ്റേഷനിൽ വെച്ചാണ്. S-400നെ സംബന്ധിച്ചിടത്തോളം അത് മിഷൻ മോഡിലായിരുന്നപ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലോഞ്ചറും റഡാർ സ്റ്റേഷനും അവിടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊണ്ടുവന്നു. ഇനി ഉക്രൈൻ പകൽ സമയത്ത് അറ്റാക്ക് ചെയ്യാതിരിക്കുന്നതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, പകൽ സമയത്ത് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ റഷ്യ ആ ഒരു മിസൈൽ ലോഞ്ച് ആകുന്ന ലൊക്കേഷൻ കണ്ടെത്തും. ഹൈമാസ് ലോഞ്ചറിൽ നിന്നും ഈ ATACMS ഫയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ പൊസിഷൻ കണ്ടെത്തി അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെ റഷ്യ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആ യൂണിറ്റ്സ് എല്ലാം നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അതേ അറ്റാക്ക് രാത്രി ചെയ്യുകയാണെങ്കിൽ ആ മിസൈൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും അത്ര പെട്ടെന്ന് റഷ്യയെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇതവർക്കൊരു നേട്ടമായി തന്നെ അവർ മാറ്റി. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ആ ഒരു ഫെസിലിറ്റിക്ക് ചുറ്റും അപ്പോൾ ധാരാളം ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ ഡ്രോൺ സർവൈലൻസ് ഗ്രൂപ്പ് ശ്രദ്ധിക്കുകയാണ്. എന്നാൽ ഇവർക്കുണ്ടായിരുന്ന ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അതിന് എന്ത് പറയണമെന്നേ അറിയില്ല. കൃത്യം 9 മണിയോടുകൂടി അവിടെയുള്ള ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സും മറ്റ് സർവൈലൻസ് യൂണിറ്റ്സിനെ എല്ലാം ആ പ്രദേശം വിട്ട് മാറുന്നത് ഈ ഡ്രോൺ യൂണിറ്റ്സ് ശ്രദ്ധിക്കുന്നു. ഇത്തരമൊരു വാർത്ത പുറത്തു വന്നതിന് ശേഷം ഉടൻ തന്നെ ഇൻഫർമേഷൻസ് എന്നത് കമാൻഡ് യൂണിറ്റിലേക്ക് പോകുന്നു. അറ്റാക്ക് നടന്ന സ്ഥലത്ത് നിന്നും 115 കിലോമീറ്റർ അകലെയായിരുന്നു കമാൻഡ് യൂണിറ്റ് ഉണ്ടായിരുന്നത്. അതായത് ATACMS ലോഞ്ച് ചെയ്യുന്ന ലോഞ്ച് ആൻഡ് കമാൻഡ് യൂണിറ്റ് ഉണ്ടായിരുന്നത്. അവിടെ ഈ കോർഡിനേറ്റ്സ് ഉടൻ തന്നെ ഷെയർ ചെയ്യുന്നു. ആ സമയത്ത് തന്നെ ഇവർക്കായിട്ടുള്ള ഡേയും ടൈമും എല്ലാം ഫിക്സ് ചെയ്യുന്നു. കൃത്യം ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് എല്ലാം അവിടെ നിന്നും ചലിക്കാൻ തുടങ്ങിയ 45 മിനിറ്റിൽ തന്നെ ആ സ്ഥലത്തൊരു സ്ട്രൈക്ക് നടത്തി. ഇതിനു മുൻപ് പല തവണ അതിനെ വിഷ്വൽ കൺഫർമേഷനും ചെയ്തു. ഇത് S-400 തന്നെയാണോ, S-400ന്റെ ലോഞ്ചർ തന്നെയാണോ എന്നൊക്കെ സ്ഥിരീകരിച്ചു. ഇത്തവണ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രൈക്ക് ഒരിക്കലും മിസ്സാകാനേ പാടില്ല. ഒരു പക്ഷെ അവിടെ ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഈ സ്ട്രൈക്ക് എല്ലാം മിസ്സാകും. അകത്തേക്ക് പോകുന്ന ATACMSനെ അവർ ജാം ചെയ്യുകയാണെങ്കിൽ അവർക്കതൊരു ഇൻപുട്ടായി തന്നെ ലഭിക്കും. ഇതൊക്കെ ഉക്രൈന് കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ട് അതിന് ചുറ്റുമുള്ള എല്ലാ ഡിഫൻസ് സിസ്റ്റം, ഹാർഡ് കിൽ, സോഫ്റ്റ് കിൽ എക്യുപ്മെന്റ്സ് എല്ലാം അവിടെ വിട്ട് പോയതിനു ശേഷം പെർഫെക്റ്റ് എക്സിക്യൂഷൻ S-400 നേരെ നടത്തി. അതിൽ ആദ്യത്തെ മിസൈൽ ഫയർ ചെയ്തതിനു ശേഷം കൃത്യം 2 മിനിറ്റ് 51 സെക്കൻഡിൽ അത് അതിന്റെ ലക്ഷ്യത്തിലെത്തി. കാരണം ATACMSന്റെ മിസൈലിന് ഇവിടെ യാത്ര ചെയ്യാൻ ഇത്രയും ഡിസ്റ്റൻസ്, ഇത്രയും സമയം ആവശ്യമാണ്. ആദ്യത്തെ മിസൈൽ റഡാർ സ്റ്റേഷനിൽ ചെന്ന് ആക്രമിച്ച് നശിപ്പിച്ചതിനു ശേഷം അവിടെയും മരണനിരക്ക് സംഭവിച്ചു. രണ്ടാമത്തെ മിസൈൽ അടുത്ത 3-ാമത്തെ മിനിറ്റിൽ അതിന്റെ ലോഞ്ച് യൂണിറ്റ് നശിപ്പിച്ചു. വീണ്ടും അടുത്ത 3 മിനിറ്റ് കഴിഞ്ഞ് ഒരു മിസൈൽ അതേ പ്രദേശത്തുള്ള ഈ വെപ്പൺ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോറേജ് സൈറ്റിനെ നശിപ്പിച്ചു. എന്നാൽ റഷ്യൻ സൈഡിൽ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. 2 മിസൈലുകൾ മാത്രമാണ് അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കിയത്.
മറ്റൊരു മിസൈൽ താഴെ വീണ് പൊട്ടിത്തെറിച്ചതിന്റെ യാതൊരു തെളിവും ലഭിച്ചില്ല എന്ന്. അപ്പോൾ 2 മിസൈൽ അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. റഷ്യയ്ക്ക് ഒരു ഹെവിയസ്റ്റ് ലോസ് നൽകിയിട്ടുണ്ട്. ഇത് ഉക്രൈന്റെ പെർഫെക്റ്റ് പ്ലാനിംഗ് എക്സിക്യൂഷൻ ലഭിച്ച ഒരു വലിയ സമ്മാനം തന്നെയാണ്. 72 മണിക്കൂറിലധികം ഒരു ഡ്രോൺ വെച്ച് അതിനെ ഫോളോ ചെയ്യുകയും കൃത്യം അതിന്റെ കോർഡിനേറ്റ്സ് ലഭിക്കുന്നതുവരെ കാത്തിരിക്കുകയും അന്ന് അങ്ങനെ ഒരു സംഭവം ഉക്രൈൻ ചെയ്യുകയും ചെയ്തു. ഇത് ഉക്രൈൻ PR വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇല്ലാന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അതിനവർ നൽകിയിട്ടുള്ള ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, S-400 പോലുള്ള ഒരു സിസ്റ്റത്തെ ഇത്രത്തോളം കൃത്യമായൊരു പദ്ധതിയിട്ട് നശിപ്പിക്കുമ്പോൾ തീർച്ചയായും അവർക്കത് സെലിബ്രേറ്റ് ചെയ്യാം. അത് പൂർണ്ണമായും റഷ്യയുടെ ഒരു പരാജയം തന്നെയായിരുന്നു. കാരണം അങ്ങനെ ഒരു പോയിന്റ് ഡിഫൻസ് സിസ്റ്റം ഇല്ലാതെ S-400നെ സർവീസ് സ്റ്റേഷനിൽ നിർത്തിവെച്ചിരുന്നത് തെറ്റ് തന്നെയാണ്. ഒരുപാട് പേർ ചോദിച്ച ചോദ്യവും അത് തന്നെയാണ്. സർവീസ് സ്റ്റേഷൻ അവിടെ ഉണ്ട്. വാർ ടൈമിലൊക്കെ ഒരു ടെമ്പററിയായി സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കി സർവീസൊക്കെ അവിടെ ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ അവിടെ എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാതെ നിങ്ങൾ വിട്ടു? എന്തുകൊണ്ട് അവിടെയുള്ള ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സിനെല്ലാം നിങ്ങൾ കൃത്യം സ്ട്രൈക്ക് നടക്കുന്നതിന് ഒരു 45 മിനിറ്റിന് മുൻപ് നിങ്ങൾ എന്തുകൊണ്ട് അവിടെ നിന്ന് മൂവ് ചെയ്തു? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതിന് പുറകിൽ ഉയർന്നു വന്നു. എന്നാൽ അടുത്ത 2 ദിവസത്തിൽ, കൃത്യം പറഞ്ഞാൽ ഈ സ്ട്രൈക്ക് അവസാനിച്ച് 26-ാം തീയതി കൺഫേം ചെയ്തു. 28-ാം തീയതി റഷ്യയുടെ പക്കൽ നിന്നും ഒരു അനൗൺസ്മെന്റ് വരുന്നു. കേഴ്സ്ക് പ്രദേശത്ത് അൺഎക്സ്പ്ലോർഡ് ATACMS മിസൈൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് വഴി ചില ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ഉക്രൈൻ ലോഞ്ച് ചെയ്ത ഈ ഒരു മിസൈലിനെ ഞങ്ങൾ ജാം ചെയ്ത് താഴെ ഡൗൺ ചെയ്തു എന്നുള്ള ഒരു അറിയിപ്പ് നൽകി. അപ്പോൾ 4-5 ദിവസത്തിന് മുൻപ് ഉക്രൈൻ ഫയർ ചെയ്തതിൽ 2 മിസൈൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഒന്നിന്റെ കഥ എന്തായെന്ന് അറിയില്ല. അപ്പോൾ ഇതിന് പുറകിൽ പല രഹസ്യങ്ങൾ ആ സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം നൽകിയിട്ടുള്ള ഈ മറുപടി വഴി ഇവരുടെ പ്ലാനിങ്ങും എക്സിക്യൂഷനും എല്ലാം നമുക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്ന്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് എവിടെ പോയി? അല്ലെങ്കിൽ ഉക്രൈന്റെ ചില സ്പൈ യൂണിറ്റ്സിലെ അംഗങ്ങൾ തന്നെ ആയിരുന്നിരിക്കുമോ ഈ ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സിന്റെ ഓപ്പറേറ്റേഴ്സായി വർക്ക് ചെയ്തത്? ഇതും ഇപ്പോഴും ഒരു സംശയം തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. പെർഫെക്റ്റ് ടൈമിംഗ് പ്ലാനിങ്ങോട് കൂടി നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം വലിയൊരു വിജയം ലഭിക്കുമെന്നുള്ളത് ഉക്രൈൻ ഈ ഒരു സ്ട്രൈക്കിലൂടെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ATACMS വെച്ച് S-400 നശിപ്പിച്ചു എന്നുള്ളത് റഷ്യയ്ക്ക് ഒരു വലിയ കറുത്ത ദിനമായി തന്നെ മാറി. അതിൽ മറച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഇല്ല. റഷ്യ ചെയ്തൊരു വലിയ തെറ്റ് തന്നെയാണ്. അതിന്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം പല റെക്ടിഫൈ ചെയ്തും ഉക്രൈൻ നടത്തിയ സ്ട്രൈക്സ് ഒക്കെ അവർ അവസാനിപ്പിച്ചു കാണിച്ചു കൊടുത്തു. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.